ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ലോക എയ്ഡ്സ് ദിനം എന്നാ ഡിസംബർ 1 കേട്ടോ. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. 2021 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2021 എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം എൻഡ് ഇനിക്വാലിറ്റീസ്, എൻഡ് എയ്ഡ്സ്. അസമത്വങ്ങൾ അവസാനിപ്പിക്കുക, എയ്ഡ്സ് അവസാനിപ്പിക്കുക കേട്ടോ. എൻഡ് ഇനിക്വാലിറ്റീസ്, എൻഡ് എയ്ഡ്സ്. മൂന്നാമത്തെ പോയിന്റ്, സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സംഘടന ഏതാണ്? ചോലയാണ്. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സംഘടന ഏതാണ്? ചോല. നമുക്ക് എയ്ഡ്സ് എന്നൊക്കെ പറയുമ്പോൾ എയ്ഡ്സ് ഒക്കെ ചോരയും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തൂടെ? ചോര, അങ്ങനെ നമുക്ക് ചോലയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സംഘടനയാണ് ചോല. ഓക്കെ, അപ്പോൾ എൻഡ് ഇനിക്വാലിറ്റീസ്, എൻഡ് എയ്ഡ്സ് എന്നുള്ളത് ഓർത്ത് വെച്ചോളൂ. അടുത്ത പോയിന്റ് നോക്കാം. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന എസ്.കെ. പൊറ്റക്കാടിൻ്റെ നോവൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ദേശത്തിൻ്റെ കഥ അല്ലെ, ഒരു ദേശത്തിൻ്റെ കഥയാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെ നോവൽ. കേരള പോലീസിൻ്റെ നവീകരിച്ച സിറ്റിസൺ പോർട്ടൽ ഏതാണ്? തുണയാണ്. ഇപ്പോൾ പോലീസൊക്കെ നമുക്കൊരു തുണയായിട്ട് നിൽക്കും അല്ലേ. കേരള പോലീസിൻ്റെ നവീകരിച്ചിട്ടുള്ള സിറ്റിസൺ പോർട്ടലാണ് തുണ. അടുത്ത പോയിന്റ് നോക്കാം. 2021 ഇന്ത്യ എനർജി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? മോസ്കോയിലാണ് കേട്ടോ. 2021 ഇന്ത്യ എനർജി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള എവിടെയാണ്? മോസ്കോ. നമ്മൾ ഈ മോസ്കിൽ അല്ലെങ്കിൽ പള്ളിയിൽ അല്ലെങ്കിൽ ടെമ്പിളിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജി കിട്ടും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. മോസ്കോ. ഓക്കെ, അപ്പോൾ 2021 ഇന്ത്യ എനർജി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള എവിടെയാണ്? മോസ്കോ. ലോകത്തിലെ ആദ്യ എനർജി ദ്വീപ് സ്ഥാപിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഡെൻമാർക്കാണ്. ലോകത്തിലെ ആദ്യ എനർജി ദ്വീപ് സ്ഥാപിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഡെൻമാർക്കാണ്. ഓക്കെ, നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജി ഉണ്ടാവില്ലേ, അങ്ങനെയും കണക്ട് ചെയ്യാം. അപ്പോൾ എനർജി ദ്വീപാണ് കേട്ടോ സ്ഥാപിക്കുന്ന രാജ്യം ഡെൻമാർക്ക്. അടുത്ത പോയിന്റ് നോക്കാം. ഗുദുബിയ മോസ്ക് ടവർ എന്ന പെയിന്റിംഗ് വരച്ചാര്? വിൻസൻ ചർച്ചിലാണ് കേട്ടോ. വിൻസൻ ചർച്ചിലാണ്. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗുദുബിയ മോസ്ക് ടവർ എന്ന് പറയുമ്പോൾ ഒരു മോസ്കും ഒരു ചർച്ചും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഗുദുബിയ മോസ്ക് ടവർ എന്ന പെയിന്റിംഗ് വരച്ചാരാണ്? വിൻസൻ ചർച്ചിൽ. അപ്പം ഇന്ത്യയിലെ എനർജി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള എവിടെയാണ്? മോസ്കോ. എനർജി ദ്വീപ് സ്ഥാപിക്കുന്ന രാജ്യം എവിടെയാണ്? ഡെൻമാർക്ക്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 2020 നടന്ന മെന്റൽ കാൽക്കുലേഷൻ ലോക ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചിട്ടുള്ള വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്ന ബഹുമതി നേടിയിട്ടുള്ളത് നീലകണ്ഠ ഭാനുപ്രകാശ് ആണ് കേട്ടോ. ആരാണ്? നീലകണ്ഠ ഭാനുപ്രകാശ്. ഓക്കെ, അപ്പോൾ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ ആണ്. ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആകെ നീല കളറൊക്കെയായി മാറിയെന്ന് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. നീലകണ്ഠ ഭാനുപ്രകാശ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 2021 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ടിബിലിസി ഏത് രാജ്യത്താണ്? ജോർജിയയിലാണ് കേട്ടോ. ടിബിലിസി ഏത് രാജ്യത്താണ്? ജോർജിയ. അപ്പോൾ ഇവിടെ നമുക്ക് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. 2022 ലോക പുസ്തക തലസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗൗഡാലജരയാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, മെക്സിക്കോയിലുള്ള ഗൗഡാലജരയാണ്. 2021 ചോദിക്കുകയാണെങ്കിൽ ടിബിലിസിയാണ്. 2020 ആണെങ്കിൽ കോലാലംപൂർ. 2019 ഷാർജ. ഓക്കെ, അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. അതായത് ഇത്ര ഓർത്താൽ മതി. ടി ബി വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചുമയൊക്കെ അല്ലേ, അപ്പോൾ ട്യൂബർക്കുലോസിസ് കേട്ടോ. ടി ബി ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ കോല് പോലെ ആവും എന്ന് ആലോചിക്കാം കേട്ടോ. ചുമച്ച് കോല് പോലെയാവും. അപ്പോൾ പിന്നെ ഷാർജ ഷേക്കൊക്കെ കുടിച്ച് ശരിയാക്കും എന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുസ്തക തലസ്ഥാനമായിട്ടും കൂടെ ഒന്ന് കണക്ഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ടി ബി വന്നിട്ട് കോല് പോലെയാവും, ഷാർജ ഷേക്ക് കുടിക്കും. ടിബിലിസി, കോലാലംപൂർ, ഷാർജ. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസ്താവനകത്തുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് മുമ്പത്തെയും കൂടെ പഠിച്ചു വെച്ചേക്കാം. 2022 എവിടെയാണ്? ഗൗഡാലജര. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് നാണയം പുറത്തിറക്കിയിട്ടുള്ള രാജ്യം ഏത് രാജ്യ? മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായിട്ട് നാണയം പുറത്തിറക്കിയിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ആണ്. ഏത് രാജ്യമാണ്? ബ്രിട്ടൻ. അടുത്ത പോയിന്റ് നോക്കാം. ഈ പാസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയിട്ടുള്ള ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ആണ്. ഈ പാസ്പോർട്ട് അപ്പോൾ പാസ്പോർട്ടൊക്കെ എടുക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഏതെങ്കിലും ഒരു ദേശത്തൊക്കെ പോകുമ്പോഴായിരിക്കും അല്ലേ. ഈ പാസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയിട്ടുള്ള ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യമാണ് ബംഗ്ലാദേശ്. ഇറാൻ്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹം ഇറാൻ. അപ്പോൾ നൂറാണ് കേട്ടോ. നൂറാണ് ഇറാൻ്റെ ആദ്യ സൈനിക ഉപഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നൂറ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് നിലവിൽ വന്നിട്ടുള്ള ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റി ഏതാണ്? വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് നിലവിൽ വന്നിട്ടുള്ള ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി. നമ്മൾ യോഗയൊക്കെ ചെയ്യണം, നമുക്ക് ഇത്തിരി ആനന്ദമൊക്കെ വരാനല്ലേ. വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി. ഈ പാസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയിട്ടുള്ള ആദ്യ ദക്ഷിണേന്ത്യൻ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് കപ്പലിലുണ്ടായ ഇന്ധന ചോർച്ചയുടെ ഫലമായി പാരിസ്ഥിതിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുള്ള രാജ്യം ഏതാ? മൗറീഷ്യസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇന്ധന ചോർച്ചയുടെ ഫലമായിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ചോരാൻ കാര്യം എന്താ? കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ കപ്പലിൽ കയറ്റിയിട്ടുണ്ടാവും. അങ്ങനെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അതായത് മോറായിട്ട് എന്തെങ്കിലും കപ്പലിൽ കയറ്റിയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് മൗറീഷ്യസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മൗറീഷ്യസ് ആണ്. അടുത്ത പോയിന്റ്, ക്ഷീരവികസന വകുപ്പിന്റെ സഹായ പദ്ധതികൾക്കുള്ള ഓൺലൈൻ പോർട്ടൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്ഷീരശ്രീ.
ക്ഷീരവികസന വകുപ്പിന്റെ സഹായ പദ്ധതിക്കുള്ള ഓൺലൈൻ പോർട്ടൽ ഏതാണ്? ക്ഷീരശ്രീ കേട്ടോ. അടുത്ത് കേരള ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആദ്യ അക്കാഡമി നിലവിൽ വരുന്നത് ഒറ്റപ്പാലത്താണ്. കേരള ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആദ്യ അക്കാഡമി നിലവിൽ വരുന്ന എവിടെയാണ്? ഒറ്റപ്പാലം. അടുത്ത ചോദ്യം നോക്കാം. 2021 വേൾഡ് അത്ലറ്റിക് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം അഞ്ജു ബോബി ജോർജ്. നമ്മൾ പലതവണ പഠിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2021 വേൾഡ് അത്ലറ്റിക്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ് അഞ്ജു ബോബി ജോർജ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം കർണാടക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കർണാടക. അടുത്തത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ഇത് സ്ഥിരം ചോദിക്കാറുള്ളതാണ് കേട്ടോ. ലോക മണ്ണ് ദിനം എന്നാൽ December 5 ലോക മണ്ണ് ദിനം. അപ്പം മണ്ണ് നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ ചെറിയ കുട്ടികളൊക്കെ ഈ മണ്ണൊക്കെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ വാരില്ലേ, അപ്പോൾ കൈയിനകത്ത് 5 വിരലുണ്ട്. അങ്ങനെ നമുക്ക് 5 കണക്ട് ചെയ്യാം. മണ്ണ് 5 വിരൽ വെച്ചിട്ട് നമ്മൾ മണ്ണ് മാന്തും. ഓക്കെ, അതേപോലെ തന്നെ മണ്ണ് ഇപ്പോൾ കുറഞ്ഞു വരല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മണ്ണൊക്കെ മാറ്റിയിട്ട് ഫുൾ ഇങ്ങനെ ടൈലൊക്കെ ചെയ്ത് അല്ല വരുന്നത്. അപ്പോൾ അതിങ്ങനെ ഡിക്രീസ് ചെയ്യണമെന്നുള്ള രീതിയിൽ DEC ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ December 5 ലോക മണ്ണ് ദിനം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. പെറ്റമ്മയും പോറ്റമ്മയും എന്ന കവിത രചിച്ചത് പ്രഭാവർമ്മയാണ്. പെറ്റമ്മയും പോറ്റമ്മയും. ഓക്കെ, അപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രഭ, ഒരു ഐശ്വര്യം, ഒരു പ്രഭയൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരുമല്ലോ. പ്രഭാവർമ്മ. അടുത്ത പോയിന്റ്, 2021 G20 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. 2022 ആണെങ്കിൽ ഇന്തോനേഷ്യ, 2023 ആണെങ്കിൽ ഇന്ത്യ. ഓക്കെ, അപ്പോൾ എല്ലാം ഈ വെച്ചിട്ട് തന്നെ 2021 ആണെങ്കിൽ ഇറ്റലി, 2022 ആണെങ്കിൽ ഇന്തോനേഷ്യ, 2023 ആണെങ്കിൽ ഇന്ത്യ. അടുത്ത പോയിന്റ് നോക്കാം. ദീർഘദൂര സർവീസുകൾ കാര്യക്ഷമമാക്കുന്നതിനായിട്ട് KSRTC ആരംഭിക്കുന്ന ഉപകമ്പനി ഏതാണ്? കെ സ്വിഫ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദീർഘദൂര സർവീസുകൾ കാര്യക്ഷമമാക്കുന്നതിനായിട്ട് KSRTC ആരംഭിക്കുന്ന ഉപകമ്പനിയാണ് കെ സ്വിഫ്റ്റ്. അതിൻ്റെ MD ബിജു പ്രഭാകർ. MD ആരാണ്? ബിജു പ്രഭാകർ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. കവി പ്രഭാവർമ്മയുടെ ആദ്യ ഇംഗ്ലീഷ് നോവൽ പ്രകാശനം ചെയ്തു. പ്രഭാവർമ്മയുടെ ആദ്യ ഇംഗ്ലീഷ് നോവൽ ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതാണ്? ആഫ്റ്റർ ദി ആഫ്റ്റർ മാത്ത്. അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണത് മാത്ത് എന്ന് പറയുമ്പോൾ മാത്സ് എടുത്തേക്കാം കേട്ടോ. മാത്സ് നമ്മൾ ഒരുപാട് നേരം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തലയുടെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു റിങ് പോലെയൊക്കെ വരും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. അതായത് ഒരു പ്രഭ വന്നു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പ്രഭാവർമ്മയുടെ. ഓക്കെ, ആഫ്റ്റർ ദി ആഫ്റ്റർ മാത്ത്. അടുത്ത റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? തെളിമയാണ്. ഏതാണ്? തെളിമ. അപ്പോൾ റേഷൻ കാർഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരാതികളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ഒരു തെളിമ വരും. അങ്ങനെ തെളിമയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. അന്താരാഷ്ട്ര നാണയനിധിയുടെ രണ്ടാമത്തെ വലിയ തസ്തികയായിട്ടുള്ള ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതയായിട്ടുള്ള ആദ്യ മലയാളി ഗീത ഗോപിനാഥ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കുക. ഗീത ഗോപിനാഥ്. അപ്പോൾ അന്താരാഷ്ട്ര നാണയനിധിയുടെ രണ്ടാമത്തെ വലിയ തസ്തികയായിട്ടുള്ള ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതയായിട്ടുള്ള ആദ്യ മലയാളി ആരാണ്? ഗീത ഗോപിനാഥ്. അടുത്ത പോയിന്റ് നോക്കാം. വേൾഡ് അത്ലറ്റിക്സ് 2021 വർഷത്തെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാര ജേതാവ് ആരാണ്? കാർസ്റ്റെയിൻ വാർഹോമിൻ. നോർവേക്കാരനാണ് കേട്ടോ, കാർസ്റ്റെയിൻ വാർഹോമിൻ. വനിതാ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എലൈൻ തോംസൺ ആണ്. എലൈൻ തോംസൺ. അപ്പോൾ വേൾഡ് അത്ലറ്റിക്സ് 2021 ആണ് കേട്ടോ. അപ്പോൾ അത്ലറ്റിക്സ് 2021, അത്ലറ്റിക്സ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ നമുക്ക് ഈ കാറ് പോകുന്നതിനേക്കാൾ നല്ല സ്പീഡിൽ ഓടി ഹോമിലെത്തി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. കാർസ്റ്റെയിൻ വാർഹോമിൻ. ഓക്കെ, അപ്പം അത്ലറ്റിക്സ് ആണ്. അതേപോലെ തന്നെ വനിതാ താരം ചോദിക്കുകയാണെങ്കിൽ എലൈൻ തോംസൺ. എലൈൻ തോംസൺ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുകയാണ് അല്ലേ. എല്ല് പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത്ലറ്റിക്സിൽ ഫസ്റ്റ് ആയി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. മുൻ സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്തിന്റെ മരണത്തിനിടയാക്കിയുള്ള ഹെലികോപ്റ്റർ അപകടം നടന്നുള്ള സ്ഥലം തമിഴ്നാട്ടിലാണ്. കൂനൂർ എന്ന് പറയും കേട്ടോ, കൂനൂർ. ഈ അപകടത്തിൽ മരിച്ച മലയാളിയായിട്ടുള്ള തൃശ്ശൂർ സ്വദേശിയാരാണ്? എ പ്രദീപ് കേട്ടോ, എ പ്രദീപ്. അപകടത്തിൽപ്പെട്ട റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്റർ ഞാൻ ചോദിക്കുകയാണെങ്കിൽ MI-17V5. ഓക്കെ, അതേപോലെ തന്നെ ഈ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ PS ചൗഹാൻ ആണ്, അതായത് പൃഥ്വി സിംഗ് ചൗഹാൻ. അപ്പം മുൻ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഹെലികോപ്റ്റർ അപകടം നടന്നുള്ള സ്ഥലം അല്ലേ. അപ്പോൾ ഹെലികോപ്റ്ററിലൊക്കെ നമ്മളിങ്ങനെ കൂടിയൊക്കെ ഇരിക്കണം എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. കൂനൂരാണ്, തെറ്റിക്കരുത്, കൂനൂർ. പിന്നെ മലയാളിയായിട്ടുള്ള തൃശ്ശൂർ സ്വദേശി എ പ്രദീപ്, MI-17V5 എന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജർമ്മനിയുടെ പുതിയ ചാൻസലർ ഒലാഫ് ഷോൾസ് ആണ്. ജർമ്മനിയുടെ പുതിയ ചാൻസലറാണ് ഒലാഫ് ഷോൾസ്. അടുത്തത് ശബ്ദ മലിനീകരണ നിയന്ത്രണത്തിനായിട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഏതാ? ഓപ്പറേഷൻ ഡെസിബൽ. ഡെസിബലും സൗണ്ടുമായിട്ടൊക്കെ കണക്ട് ചെയ്യാലോ. ശബ്ദ മലിനീകരണ നിയന്ത്രണത്തിനായിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഏതാണ്? ഓപ്പറേഷൻ ഡെസിബൽ. സിഗരറ്റ് വാങ്ങാനുള്ള പ്രായപരിധി വർഷം തോറും കൂട്ടാൻ തീരുമാനിച്ചിട്ടുള്ള രാജ്യം?
ന്യൂസിലാൻഡ് ആണ് കേട്ടോ. ന്യൂസിലാൻഡ്. സിഗരറ്റ് വാങ്ങാനുള്ള പ്രായപരിധി വർഷം തോറും കൂട്ടാൻ തീരുമാനിച്ചുള്ള രാജ്യം ഏതാണ്? ന്യൂസിലാൻഡ്. ഒരുപാട് സിഗരറ്റൊക്കെ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു പുതിയൊരു ലാൻഡിലേക്ക് പോകും, അതായത് മരിച്ചു പോകുന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. ന്യൂസിലാൻഡ് കേട്ടോ, ന്യൂസിലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊഫസർ എം കെ സാനുവിൻ്റെ ആദ്യ നോവൽ ഏതാ? കുന്തി ദേവി. പ്രൊഫസർ എം കെ സാനുവിൻ്റെ ആദ്യ നോവൽ ഏതാണ്? കുന്തി ദേവി. നമ്മൾ പഠിച്ചിരുന്നു എം കെ സാനുവിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിനകത്തുള്ള ബാലാമണി അമ്മ കിട്ടിയിട്ടുള്ളത് എം കെ സാനുവിനാണ്. അങ്ങനെ അവാർഡ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലത്തെ എം കെ സാനുവിൻ്റെ ആദ്യ നോവൽ ചോദിക്കുകയാണെങ്കിൽ കുന്തി ദേവി. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ആത്മകഥ ഏതാ? ജസ്റ്റിസ് ഫോർ ജഡ്ജ് ആണ്. ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ആത്മകഥ ഏതാണ്? ജസ്റ്റിസ് ഫോർ ജഡ്ജ്. സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിനാണ് സ്ത്രീപക്ഷ നവകേരളം. സ്ത്രീപക്ഷ നവകേരളം. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നിമിഷ സജയനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ആണ്. ഓക്കെ, ആദ്യം ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യം ബ്രിട്ടൻ. അടുത്തത് കേരളത്തിൽ ആദ്യം ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ജില്ല ചോദിക്കുകയാണെങ്കിൽ എറണാകുളം. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച റോക്കറ്റ് വിക്ഷേപണ സംവിധാനം പിനാക്ക ER. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിരുന്നു, എക്സ്റ്റെൻഡഡ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. പിനാക്ക ER ആണ് കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള റോക്കറ്റ് വിക്ഷേപണ സംവിധാനം ഏതാണ്? പിനാക്ക ER. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയ സംസ്ഥാനത്തെ ആദ്യ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാലുശ്ശേരി GHSS, കോഴിക്കോടാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. മയക്കുമരുന്ന് കടത്ത്, മണൽ കടത്ത്, കള്ളക്കടത്ത്, സംഘം ചേർന്നുള്ള ആക്രമങ്ങൾ എന്നിവ തടയുന്നതിനായിട്ട് കേരള പോലീസിന്റെ പദ്ധതി ഏതാ? ഓപ്പറേഷൻ കാവൽ. ഓക്കെ, ഒരു കാവലായിട്ടൊക്കെ നിൽക്കും. മയക്കുമരുന്ന് കടത്ത്, മണൽ കടത്ത്, കള്ളക്കടത്ത്, സംഘം ചേർന്നുള്ള അതിക്രമങ്ങൾ ഇതൊക്കെ തടയുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏതാണ്? കാവലാണ്. ഓപ്പറേഷൻ കാവൽ. ഏഷ്യയിലെ യുനെസ്കോ പൈതൃക പദവി നേടിയിട്ടുള്ള ആദ്യത്തെ ഉത്സവം ഇമ്പോർട്ടൻ്റ് ആണ്. കൊൽക്കത്തയിലെ ദുർഗാ പൂജയാണ് കേട്ടോ. ഏഷ്യയിലെ യുനെസ്കോ പൈതൃക പദവി നേടിയിട്ടുള്ള ആദ്യത്തെ ഉത്സവം ഏതാണ്? കൊൽക്കത്തയിലെ ദുർഗാ പൂജ. അപ്പോൾ ആദ്യത്തെ ഉത്സവം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൂജയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പൂജയൊക്കെ ചെയ്തിട്ട് ആദ്യത്തെ ഉത്സവം ദുർഗാ പൂജ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ ദീപ ജോസഫ്. അപ്പോൾ ആംബുലൻസിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തില്ലേ, അപ്പോൾ അതേപോലെ തന്നെ ദീപ ജോസഫ്. പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിമിന്റെ ഭാഗ്യചിഹ്നമായിട്ടുള്ള മുയലിന് നൽകിയിട്ടുള്ള പേര് നീരജ് ചോപ്രയുടെ ആദരസൂചകമായിട്ടാണ് ഈ ഒരു പേര് നൽകിയിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിമിന്റെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. നമ്മളിതിൻ്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫിഫയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭാഷ അറബിക്കാണ്. ഫിഫയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ള ഭാഷ ഏതാണ്? അറബിക്. ദേശീയ ഉപഭോക്തൃ ദിനം നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ ഡിസംബർ 24 കേട്ടോ. ഡിസംബർ 25 ക്രിസ്മസ് ആണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേദിവസമാണ് മാക്സിമം സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാനൊക്കെ വേണ്ടി പോകില്ലേ, അങ്ങനെ കൺസ്യൂമേഴ്സ് ഡേ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഡിസംബർ 24. 2021 ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം, അതിൻ്റെ പ്രമേയം കൂടെ പഠിച്ചു വെച്ചേക്കുക. ഉപഭോക്താവെ നിങ്ങളുടെ അവകാശങ്ങൾ അറിയുക. അടുത്ത പോയിന്റ്, MS സ്വാമിനാഥൻ്റെ പേരിൽ പുതുതായിട്ട് തയ്യാറാക്കിയിട്ടുള്ള വിത്തിനം റോസ് ആണ് കേട്ടോ. MS സ്വാമിനാഥൻ്റെ പേരിൽ പുതുതായിട്ട് തയ്യാറാക്കിയിട്ടുള്ള വിത്തിനം ഏതാണ്? റോസ് ആണ്. 94ാമത്തെ ഓസ്കർ പുരസ്കാരത്തിനുള്ള ഡോക്യുമെന്ററി ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യൻ സിനിമ റൈറ്റിംഗ് വിത്ത് ഫയർ ആണ്. നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, വീട്ടിലെ ആവശ്യമില്ലാത്ത ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ കത്തിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തൂടെ. അപ്പോൾ ഡോക്യുമെന്ററി ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യൻ സിനിമയാണ് കേട്ടോ ഫയർ, റൈറ്റിംഗ് വിത്ത് ഫയർ. 2021 ഡിസംബറിൽ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ചുള്ള പരിപാടി ഷീസ് എ ചേഞ്ച് മേക്കർ. 2021 ഡിസംബറിൽ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ചുള്ള പരിപാടി ഏതാണ്? ഷീസ് എ ചേഞ്ച് മേക്കർ. 2021 ഡിസംബറിൽ അന്തരിച്ചിട്ടുള്ള മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സാഹിത്യകൃതികൾ സിനിമയാക്കിയിട്ടുള്ള സംവിധായകൻ KS സേതുമാധവനാണ് കേട്ടോ. KS സേതുമാധവൻ. ഓക്കെ. അടുത്ത പോയിന്റ്, വനാതിർത്തികളിൽ സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം. വനാതിർത്തികളിൽ സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളമാണ്. മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥയുടെ രചയിതാവാരാണ്? ജോർജ് ഓണക്കൂർ. ഓണത്തിനൊക്കെ ഒരുപാട് നമുക്ക് ഹൃദയത്തിന് ഇഷ്ടപ്പെട്ട കുറേ രാഗങ്ങളൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ ജോർജ് ഓണക്കൂർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക കേട്ടോ. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മികച്ച ബാലസാഹിത്യ കൃതി
ബാലസാഹിത്യ കൃതിയാണ് അവർ മൂവരും ഒരു മഴവില്ലും. അവർ മൂവരും ഒരു മഴവില്ലും. രചയിതാവ് രഘുനാഥ് പാലേരിയാണ് കേട്ടോ. ആരാണ്? രഘുനാഥ് പാലേരി. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കിയതിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ള സംസ്ഥാനം ഏതാ? കേരളം. അപ്പൊ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാലോ കേരളം കേട്ടോ. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കിയതിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കേരളം. നീതി ആയോഗ് തയ്യാറാക്കിയിട്ടുള്ള പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിലും കേരളം തന്നെ. അപ്പം കേരളത്തിൽ മികച്ച പഠന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോലി കിട്ടിയെന്നൊക്കെ വെറുതെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ദാരിദ്ര്യമൊക്കെ കുറഞ്ഞു അല്ലേ? അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. നീതി ആയോഗ് തയ്യാറാക്കിയിട്ടുള്ള പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുമ്പോഴും കേരളം. 0.71% ആണെന്നുള്ള ഓർക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. നീതി ആയോഗ് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടിൽ രാജ്യത്തെ മികച്ച 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കേരളത്തിലെ 2 നഗരങ്ങളാണ് കേട്ടോ. ഏതൊക്കെയാണ്? കൊച്ചിയും തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നഗരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാലോ കൊച്ചിയും തിരുവനന്തപുരമാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം, നമ്മുടെ ഇപ്പോൾ പുതിയ ലുലു മോളൊക്കെ ഉള്ളത് കൊച്ചിയിലും തിരുവനന്തപുരത്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ തെറ്റിക്കരുത്. നീതി ആയോഗ് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടിൽ രാജ്യത്തെ മികച്ച 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കേരളത്തിലെ 2 നഗരങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയും തിരുവനന്തപുരം. അടുത്ത പോയിന്റ് നോക്കാം. നീതി ആയോഗ് പ്രഥമ നഗര സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ രാജ്യത്ത് വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പോൾ രാജ്യത്ത് വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ള നഗരം എന്തനുസരിച്ചിട്ടാണ്? നീതി ആയോഗ് പ്രഥമ നഗര സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കിട്ടിയിട്ടുള്ളത് തിരുവനന്തപുരത്താണെന്നുള്ളത് ഓർക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആലോചിച്ചാൽ മതി. നമ്മുടെ ഇപ്പോൾ PSCക്ക് ആണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ 1-ാം സ്ഥാനത്തെത്തിയുള്ള നഗരം തിരുവനന്തപുരം എന്നുള്ളത് ഓർക്കാം. അടുത്ത് നോക്കാം. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വീരചക്ര സമ്മാനിച്ചിട്ടുള്ളത് അഭിനന്ദൻ വർദ്ധമാൻ. അതിന് ഞാൻ പ്രത്യേകിച്ച് കോഡൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വീരചക്ര സമ്മാനിച്ചിട്ടുള്ളവർക്കാണ് അഭിനന്ദൻ വർദ്ധമാൻ. അടുത്ത പോയിന്റിലേക്ക് കയറാം. കേന്ദ്ര സർക്കാർ പിൻവലിച്ച വിവാദമായിട്ടുള്ള 3 കാർഷിക നിയമങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ 3 പോയിന്റ്സുകളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം ഇപ്പോൾ നമുക്കറിയാലോ പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു 4 ഓപ്ഷനൊക്കെ ഇട്ടിട്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ കാർഷിക വിള വിപണന വാണിജ്യ നിയമം 2020. പിന്നെ ഏതാ? വില ഉറപ്പാക്കുന്നതിനും കാർഷിക സേവനങ്ങൾക്കുമുള്ള കാർഷിക കരാർ 2020. മൂന്നാമത്തെ പോയിന്റ് അവശ്യ വസ്തു നിയമ ഭേദഗതി നിയമം 2020. അപ്പോൾ ഈ 3 പോയിന്റുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ആലോചിക്കുക ഏതൊക്കെയാണ്. ആദ്യം തന്നെ കാർഷിക വിള അല്ല, നമുക്ക് ആദ്യം തന്നെ വിള വേണം. അപ്പോൾ കാർഷിക വിള വിപണന വാണിജ്യ നിയമം 2020. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിള വേണം. പിന്നെ വിളയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെയൊക്കെ വില നമ്മൾ ഉറപ്പാക്കും അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. വില ഉറപ്പാക്കുന്നതിനും കാർഷിക സേവനങ്ങൾക്കുമുള്ള കാർഷിക കരാർ 2020 കേട്ടോ. അപ്പോൾ ആദ്യം വിള വേണം, പിന്നെ അതിനൊരു വിലയൊക്കെ നമ്മൾ ഉറപ്പാക്കും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവശ്യ വസ്തു നിയമ ഭേദഗതി നിയമം. അപ്പോൾ അവശ്യ വസ്തു നിയമ ഭേദഗതി നിയമം 2020 ആണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കിട്ടിയല്ലോ വിള, പിന്നെ വില ഉറപ്പാക്കുക, പിന്നെ അവശ്യ വസ്തു നിയമ ഭേദഗതി നിയമം 2020. ഇത് ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. US പ്രസിഡന്റ് പദം അലങ്കരിച്ചിട്ടുള്ള ആദ്യ വനിത ആരാണ്? കമല ഹാരിസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. US പ്രസിഡന്റ് പദം അലങ്കരിച്ചിട്ടുള്ള ആദ്യ വനിത ആരാണ്? കമല ഹാരിസ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. 49ാമത്തെ എമ്മി അവാർഡ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? മികച്ച നടൻ ഡേവിഡ് ടെനാന്റും അതുപോലെ തന്നെ മികച്ച നടി ഹേലെ സ്കുരസിനും ആണ് കേട്ടോ. അപ്പോൾ ഈ 2 പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയായിരിക്കും ഓരോ ജീവികളുടെ പേരൊക്കെയാണ്. അതായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഒന്ന് ആൻഡ് ഉണ്ട്, ഉറുമ്പുണ്ട്, അതുപോലെ തന്നെ സ്കുരസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കുരലായിട്ടൊക്കെ ആലോചിച്ചൂടെ, അണ്ണാനൊക്കെ ആയിട്ട് ആലോചിക്കാം. അപ്പോൾ ഉറുമ്പും അണ്ണാനും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഉറുമ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾ അമ്മേനെയൊക്കെ വിളിക്കില്ലേ, അങ്ങനെ നമുക്ക് എമ്മി ആയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ 49th എമ്മി അവാർഡ് കിട്ടിയിട്ടുള്ള മികച്ച നടൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് ആൻഡും ഉണ്ട്, അതായത് ഡേവിഡ് ടെനാന്റ്. മികച്ച നടി ചോദിക്കുകയാണെങ്കിൽ സ്ക്വിറൽ എന്നുള്ള രീതിയിൽ ഹേലെ സ്ക്വിറസ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അടുത്തിടെ അന്തരിച്ചിട്ടുള്ള ദക്ഷിണ കൊറിയൻ മുൻ സൈനിക മേധാവിയും പ്രസിഡന്റുമായിരുന്നുള്ള വ്യക്തി ആരാ? ചുൻദു ഹ്വാൻ. അടുത്തിടെ അന്തരിച്ചിട്ടുള്ള ദക്ഷിണ കൊറിയൻ മുൻ സൈനിക മേധാവിയും പ്രസിഡന്റുമായിരുന്നുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ചുൻദു ഹ്വാൻ. നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, അതായത് നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കൊറിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊറിക്കണത് നമ്മുടെ ചുണ്ട് വെച്ചിട്ടാണെന്നൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ചുണ്ട്, ചുണ്ടു, കൊറിയ, കൊറിക്കുക, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയിട്ടുള്ള കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ഒമിക്രോൺ. എല്ലാവർക്കും അറിയായിരിക്കും. പ്രൊജക്ട് 75ന്റെ ഭാഗമായിട്ട് കാൽവരി ശ്രേണിയിൽ നിർമ്മിക്കുന്ന 6 മുങ്ങിക്കപ്പലുകളിൽ 4ാമത്തെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. INS വേല. ഇങ്ങനെയാണ് നമ്മുടെ
PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടില്ല കേട്ടോ. ഈ പോയിന്റ്സുകൾ ഞാൻ എക്സ്ട്രാ കയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. പ്രോജക്റ്റ് 75ന്റെ ഭാഗമായിട്ട് കാൽവരി ശ്രേണിയിൽ നിർമ്മിക്കുന്ന 6 മുങ്ങിക്കപ്പലുകളിൽ 4ാമത്തേത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ INS വേലയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഓർഡറിൽ തന്നെ പഠിക്കാം. ഞാൻ ചെറിയൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാ? നമുക്കറിയാലോ 4ാമത്തെയാണ് വേല എന്ന് പറയണത്. മൊത്തം 6 മുങ്ങിക്കപ്പലുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് വൺ കാൽവരി, പിന്നെ കണ്ടേരി, പിന്നെ കരഞ്ച്, വേല, വഗീർ, വഷീർ, ഇങ്ങനെയാണ് 6 എണ്ണം നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. കല്ല് വാരിയിട്ട് കണ്ണിലെറിഞ്ഞു എന്ന് ആലോചിക്കുക കേട്ടോ. കല്ല് വാരിയിട്ട് കണ്ണിലെറിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് വേലയ്ക്ക് പോയി എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ 4 എണ്ണം? അത് ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. കല്ല് വാരിയിട്ട് കണ്ണിലെറിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് വേലയ്ക്ക് പോയി. അപ്പോൾ കൽവാരി, കണ്ടേരി, കരഞ്ച്, അതുപോലെ തന്നെ വേല, 4 എണ്ണം പഠിച്ചല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. ഈ 3 എണ്ണം K ആണ്, അവസാനത്തെ 3 എണ്ണം V ആണ്. അപ്പോൾ വേല കഴിഞ്ഞിട്ട് പിന്നെ ആരാ വേലയ്ക്ക് പോയെന്ന് വെച്ചാൽ വഗീറാണെന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക കേട്ടോ. വഗീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് വേലയ്ക്ക് പോയെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ വക്ഷീറും ഉണ്ട്. അപ്പോൾ ബാക്കി 3 എണ്ണം V വെച്ചിട്ട് തന്നെ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ കൽവാരിയിട്ട് കണ്ണിലെറിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് വേലയ്ക്ക് പോയി വഗീർ, അതിൻ്റെ ഒപ്പം തന്നെ വക്ഷീർ എന്നുള്ളതും കൂടെ ഓർക്കുക. ഓക്കെ, അടുത്ത് നോക്കാം. INS വേലയുടെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ടുള്ള മലയാളി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ അനീഷ് മാത്യു ആണ്. INS വേലയുടെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ടുള്ള മലയാളി ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാപ്റ്റൻ അനീഷ് മാത്യു. അപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കാം, അതായത് വേലയ്ക്കൊക്കെ പോകണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മാത്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്ക് ജോലിയൊക്കെ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുമല്ലോ. അപ്പോൾ മാത്യു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് കയറാം. ദേശീയ വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? കോഴിക്കോടാണ്. ദേശീയ വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? കോഴിക്കോടാണ്. 2020 ലോകകപ്പിൽ ഏറ്റവും അധികം കാണികൾ കണ്ട 2020 മത്സരം എന്ന റെക്കോർഡ് നേടിയത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ് കേട്ടോ. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാനാണ് ഏറ്റവും അധികം കാണികൾ ഉണ്ടായിരുന്നതെന്നൊക്കെ ഓർക്കുക. 2020 ലോകകപ്പിൽ ഏറ്റവും അധികം കാണികൾ കണ്ട 2020 മത്സരം എന്ന റെക്കോർഡ് നേടിയിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. അടുത്ത പോയിന്റ് നോക്കാം. ഇന്റർപോളിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രവീൺ സിൻഹയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ കേട്ടോ. ഇന്റർപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. അപ്പോൾ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു സിംഹമായിരിക്കണം എന്നൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക, പ്രവീൺ സിൻഹ കേട്ടോ. ഇന്റർപോളിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാരാണ്? പ്രവീൺ സിൻഹ എന്നുള്ളത് ഓർക്കുക. 2021 ഡിസംബറിൽ G7 രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ UK ആണ് കേട്ടോ. ആദ്യ മിസൈൽ നശീകരണ ശേഷിയുള്ള യുദ്ധ കപ്പൽ ഏതാണ്? INS വിശാഖപട്ടണം. ഇന്ത്യയുടെ ആദ്യ മിസൈൽ നശീകരണ ശേഷിയുള്ള യുദ്ധക്കപ്പലാണ് INS വിശാഖപട്ടണം. അപ്പം ഈ നശീകരണവും കാര്യങ്ങളൊക്കെ ആദ്യം നടക്കുന്നത് പട്ടണത്തിലാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇന്ത്യയുടെ ആദ്യ മിസൈൽ നശീകരണ ശേഷിയുള്ള യുദ്ധക്കപ്പൽ ഏതാണ്? INS വിശാഖപട്ടണം. കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടുത്തിടെ ഇന്ത്യയിലെ ആദ്യ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തഞ്ചാവൂർ ആണ്, തമിഴ്നാട്ടിൽ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടുത്തിടെ ഇന്ത്യയിലെ ആദ്യ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തഞ്ചാവൂർ. ആദ്യ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് തഞ്ചാവൂർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം, ഒരു തഞ്ചത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫുഡ് മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് കിട്ടുമായിരിക്കും എന്നൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടുത്തിടെ ഇന്ത്യയിലെ ആദ്യ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തഞ്ചാവൂർ, തമിഴ്നാടു എന്നുള്ളത് ഓർക്കുക. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തിടെ അന്തരിച്ചിട്ടുള്ള പീർ മുഹമ്മദ് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മാപ്പിളപ്പാട്ടാണ് കേട്ടോ. അടുത്തിടെ അന്തരിച്ചിട്ടുള്ള പീർ മുഹമ്മദ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാപ്പിളപ്പാട്ട് ഗായകനാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഗാനരചയിതാവ് ബിച്ചു തിരുമലയുടെ ശരിയായിട്ടുള്ള പേര് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ B ശിവശങ്കരൻ നായർ. ഇനീഷ്യലും കൂടെ കറക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ. B ശിവശങ്കരൻ നായർ. അപ്പോൾ ഈ അടുത്ത് അന്തരിച്ചിട്ടുള്ള ബിച്ചു തിരുമലയുടെ ശരിയായിട്ടുള്ള പേര് ചോദിക്കുകയാണെങ്കിൽ B ശിവശങ്കരൻ നായർ. നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ബിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് B കിട്ടിയല്ലോ. പിന്നെ തിരുമലയുടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മലയുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അതായത് കൈലാസമായിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. കൈലാസത്തിലിരിക്കുന്ന ആരാണ്? ശിവൻ എന്നുള്ള രീതിയിൽ ശിവശങ്കരൻ നായർ എന്നുള്ളത് നമുക്ക് ഓർത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഗാനരചയിതാവ് ബിച്ചു തിരുമലയുടെ ശരിയായിട്ടുള്ള പേര് B ശിവശങ്കരൻ നായർ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ബിച്ചു തിരുമലയ്ക്ക് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ള വർഷങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 1981 1991 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണ്? ലയണൽ മെസ്സി. നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ്. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ലയണൽ മെസ്സിക്കാണ്. എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നേ? 7 തവണ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 പോയിന്റ്സും കൂടെ പഠിക്കാം. മികച്ച സ്ട്രൈക്കർ ആരാണ്? റോബോട്ട് ലെവൻഡോസ്കി ആണ് കേട്ടോ. അതുപോലെ തന്നെ മികച്ച ക്ലബ്ബ്
ചെൽസിയാണ്. ഓക്കെ, മികച്ച സ്ട്രൈക്കർ റോബോട്ട് ലെവൻഡോസ്കി. ചെറിയൊരു കണക്ഷൻ പറയാം, ഈ വിസ്കി ഒക്കെ കുടിച്ചിട്ടാണ് പുള്ളിക്കാരൻ നന്നായിട്ട് കളിച്ചെന്നുള്ള രീതിയിൽ ആലോചിക്കുക. നല്ലൊരു സ്ട്രൈക്കറായി എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ മികച്ച സ്ട്രൈക്കർ റോബോട്ട് ലെവൻഡോസ്കി. മികച്ച ക്ലബ്ബ് എന്ന് പറയുമ്പോൾ സി ആണ്. സി വെച്ചിട്ട് തന്നെ നമുക്ക് ചെൽസി എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരിക. ഞാൻ ഈ പറയുന്ന കോഡ്സുകൾ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ശരിക്കും പഠിക്കുക, എന്നിട്ട് കോഡ്സ് വെറുതെ അത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് വരാം. എക്കണോമിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റിന് വേൾഡ് വൈഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2021 പ്രകാരം ലോകത്ത് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയിട്ടുള്ള നഗരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടെൽ അവീവ് ആണ്. ഓക്കെ, എക്കണോമിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ വേൾഡ് വൈഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2021 പ്രകാരം ലോകത്തിൽ ജീവിക്കാൻ ഏറ്റവും ചെലവേറിയിട്ടുള്ള നഗരമാണ് ചോദിച്ചിട്ടുള്ളത് ടെൽ അവീവ്. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അവിടെ എല്ലാവരും ഇങ്ങനെ ടെലിഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കുക കേട്ടോ. എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ടെലിഫോൺ ബില്ലൊക്കെ ഭയങ്കര കൂടുതലായി, ഭയങ്കര ചിലവേറി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഏറ്റവും ചിലവേറിയിട്ടുള്ള നഗരം ഏതാണ്? ടെൽ അവീവ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അതേപോലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ നഗരം ചോദിക്കുകയാണെങ്കിൽ ഡമാസ്കസ് ആണ്. ഏറ്റവും ചിലവ് കുറഞ്ഞിട്ടുള്ള നഗരം ഡമാസ്കസ്. അപ്പം ഏറ്റവും ചിലവ് കുറഞ്ഞിട്ടുള്ള മാസ്കൊക്കെയാണ് അവർ വെച്ച് നടന്നതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ രണ്ടും മാറിപ്പോകരുതേ. ചിലവേറിയിട്ടുള്ള നഗരം ടെൽ അവീവും, ഏറ്റവും ചിലവ് കുറഞ്ഞിട്ടുള്ള നഗരം ഏതാണ്? ഡമാസ്കസ് എന്നുള്ളത് ഓർക്കുക. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുള്ള കഥകളി നടൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മാർഗി വിജയകുമാർ. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് ലഭിച്ച കഥകളി നടൻ ആരാണ്? മാർഗി വിജയകുമാർ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാർഗവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സീനിയർ ഫെലോഷിപ്പ് ലഭിച്ചു എന്ന് ഓർക്കുക കേട്ടോ. സീനിയർ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുള്ള കഥകളി നടനാണ് മാർഗി വിജയകുമാർ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിലെ 10 വിക്കറ്റുകളും നേടുന്ന മൂന്നാമത്തെ ബൗളർ എന്ന നേട്ടത്തിൽ എത്തിയിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അജാസ് പട്ടേലാണ് കേട്ടോ. ന്യൂസിലാൻഡ് ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിലെ എല്ലാ വിക്കറ്റുകളും 10 വിക്കറ്റുകളും നേടുന്ന മൂന്നാമത്തെ ബൗളർ എന്ന നേട്ടത്തിൽ എത്തിയിട്ടുള്ളത് അജാസ് പട്ടേൽ. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ ക്രിക്കറ്റ് കളി നടക്കുന്ന സമയത്ത് അവിടെ ജാസൊക്കെ കൊട്ടിയിട്ട് ബാക്കിയുള്ള ബാറ്റ്സ്മാൻ്റെ ശ്രദ്ധയൊക്കെ തെറ്റിച്ചു എന്ന് ആലോചിക്കുക. അങ്ങനെയാണ് ഈ എല്ലാ വിക്കറ്റുകളും പുള്ളി എടുത്തതെന്നുള്ള രീതിയിലൊന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ജാസ് കൊട്ടി എന്നുള്ള രീതിയിൽ മറക്കണ്ട. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിലെ 10 വിക്കറ്റുകൾ നേടുന്ന മൂന്നാമത്തെ ബൗളർ എന്ന നേട്ടത്തിൽ എത്തിയിട്ടുള്ളത് ആരാണ്? അജാസ് പട്ടേലാണ്. മുംബൈയിൽ വെച്ച് നടന്ന ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിലാണ് ഇത് കൈവരിച്ചെന്നുള്ളത് ഓർക്കുക. അപ്പോൾ മൂന്നാമത്തെ ബൗളറാണ്. അപ്പോൾ ബാക്കി രണ്ടുപേരെ നമുക്കൊന്ന് അറിയണ്ടേ, ആരൊക്കെയാന്ന് നോക്കാം. ഇംഗ്ലണ്ടിന്റെ ജിം ലേക്കർ, നോക്കിക്കോളൂ, ജിം ലേക്കറും അതുപോലെ തന്നെ അനിൽ കുംബ്ലെ എന്നിവരാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ്? ജിം ലേക്കറും അതുപോലെ തന്നെ അനിൽ കുംബ്ലെ. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ജിം ലേക്കർ എന്നൊക്കെ പറയുമ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് നല്ല ശക്തി ഉപയോഗിച്ചിട്ടാണ് എല്ലാ വിക്കറ്റുകളും ഒക്കെ നേടി എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ജിം ലേക്കർ മറക്കണ്ട. പിന്നെ അനിൽ കുംബ്ലെയാണ് ഓർക്കാലോ. 2021 വേൾഡ് അത്ലറ്റിക്സ് അവാർഡ്സിൽ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അഞ്ജു ബോബി ജോർജ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. 2021 വേൾഡ് അത്ലറ്റിക്സ് അവാർഡ്സിൽ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അഞ്ജു ബോബി ജോർജ്. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വയനാട് ജില്ലയാണ് കേട്ടോ. അപ്പോൾ എന്താ ഇ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസുകൾ മുതൽ കളക്ടറേറ്റ് വരെയുള്ള ഫയലുകളെല്ലാം ഫുള്ളി ഡിജിറ്റലൈസ് ആക്കിയിട്ടുള്ളത് ആദ്യം വയനാടാണ്. അപ്പോൾ വയനാട് നമുക്കറിയാലോ, ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ, പോപ്പുലേഷൻ ഡെൻസിറ്റി ഒക്കെ കുറച്ച് കുറവൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള ഫയൽസും കാര്യങ്ങളൊക്കെ വേഗം തന്നെ ഡിജിറ്റലൈസ് ആക്കിയെന്ന് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ രാജ്യത്തെ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ല ഏതാണ്? വയനാട് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. പ്രഥമ ICP നമ്പൂതിരി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് KK ശൈലജയ്ക്കാണ് കേട്ടോ. പ്രഥമ ICP നമ്പൂതിരി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് KK ശൈലജ. അപ്പോൾ ICP ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ICP എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അടുത്ത പോയിന്റ് നോക്കാം. 2021 ജൂനിയർ പുരുഷ വേൾഡ് കപ്പ് ഹോക്കി കിരീടം നേടിയിട്ടുള്ളത് അർജന്റീനയാണ്. റണ്ണറപ്പ് ആയിട്ടുള്ളത് ആരാ? ജർമ്മനിയാണ്. അപ്പോൾ എന്തൊക്കെയോടെ ആലോചിക്കാനുള്ള 2021 ജൂനിയർ ആണ്. ജൂനിയർ പുരുഷ വേൾഡ് കപ്പ് ഹോക്കിയാണ് കേട്ടോ. വേൾഡ് കപ്പ് ഹോക്കി കിരീടം നേടിയിട്ടുള്ളത് അർജന്റീന, റണ്ണറപ്പ് ജർമ്മനി. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ ജൂനിയർ പുരുഷ വേൾഡ് കപ്പ് ഹോക്കിയാണ്. അപ്പോൾ ജൂനിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഏജ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഏജുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ എ വെച്ചിട്ട് അർജന്റീനയ്ക്ക് കിട്ടി. റണ്ണറപ്പ് എന്ന് പറയുമ്പോൾ ജർമ്മനി എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. വേൾഡ് കപ്പ് ഹോക്കിയാണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കണേ. 2021 ജൂനിയർ പുരുഷ വേൾഡ് കപ്പ് ഹോക്കി കിരീടം നേടിയിട്ടുള്ള അർജന്റീന, റണ്ണറപ്പ് ജർമ്മനി എന്നുള്ളത് ഓർക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2020 ആയുഷ്കാല സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ്? P ജയചന്ദ്രനാണ്. അപ്പം 2020 കേസാണ് പറഞ്ഞിട്ടുള്ള JC ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുള്ളത് ആർക്കാണ്? P ജയചന്ദ്രനാണ്. ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. നമ്മൾ ഈ JC എന്നൊക്കെ പറയുമ്പോൾ ജേഴ്സി ആലോചിക്കാമല്ലോ. ജേഴ്സിയൊക്കെ ഇട്ടിട്ട് കളിയൊക്കെ ജയിച്ചു എന്നോ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ 2020 ആയുഷ്കാല സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുള്ളത് P ജയചന്ദ്രൻ എന്നുള്ളത് ഓർക്കുക.
2021 രാമാനുജൻ പുരസ്കാര ജേതാവ് നീന ഗുപ്ത, ഓർത്തു വെച്ചേക്കണം. 2021 രാമാനുജൻ പുരസ്കാര ജേതാവ് നീന ഗുപ്തയാണ്. 2005 മുതലാണ് രാമാനുജൻ പുരസ്കാരം വിതരണം തുടങ്ങിയത്. ഈ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് നീന. 2005 മുതലാണ് രാമാനുജൻ പുരസ്കാരം വിതരണം തുടങ്ങിയത്. 2021 രാമാനുജൻ പുരസ്കാര ജേതാവാരാണ്? നീന ഗുപ്ത എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 2020 ജ്ഞാനപീഠ പുരസ്കാര ജേതാവാര? നീൽമണി ഫൂക്കൻ എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. 2020 ആണ് നീൽമണി ഫൂക്കൻ, ആസാമീസ് കവിയാണ് കേട്ടോ. 2021 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ദാമോദർ മൗസോക്ക് ആണ്. 2021 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ദാമോദർ മൗസോക്ക്, ഗോവൻ സാഹിത്യകാരനാണ് കേട്ടോ. 2019 ആരായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആരാ? അക്കിത്തമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 3 ആൾക്കാരെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിച്ചാലോ? അപ്പോൾ എക്സാമിന് നമുക്ക് തെറ്റില്ലല്ലോ, വർഷവും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ എപ്പോൾ ഇതുപോലത്തെ പഠിക്കുമ്പോഴും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ആദ്യം പഠിക്കാം കേട്ടോ. എന്നിട്ട് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് കണക്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കണക്ഷൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ ദാമോദർ മൗസോക്കാണ്. ദാമോദർ മൗസോക്ക്, അതുപോലെ തന്നെ നീൽമണി ഫൂക്കൻ ഉണ്ട്, പിന്നെയുള്ളത് അക്കിത്തമാണ്. നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. മൗസ് പീഠത്തിലിരിക്കുന്ന നെൽമണി അകത്താക്കി എന്ന് ആലോചിക്കുക കേട്ടോ. മൗസ് പീഠത്തിലിരിക്കുന്ന നെൽമണി അകത്താക്കി. അപ്പം മൗസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മൗസോക്ക് എന്നുള്ളത് കിട്ടുമല്ലോ. മൗസ് പീഠത്തിൽ ഞാൻ ഉദ്ദേശിക്കണം ജ്ഞാനപീഠവുമായിട്ടൊരു കണക്ഷൻ കൊടുത്താണ് കേട്ടോ. മൗസ് പീഠത്തിലിരിക്കുന്ന എന്താ കഴിച്ചേ? നെൽമണി. അപ്പം നീൽമണി കിട്ടുമല്ലോ. നെൽമണി അകത്താക്കിയാണ് നമ്മുടെ അക്കിത്തം എന്നുള്ള രീതിയിൽ ഓർത്തു വെച്ചേക്കാം. അപ്പം മൗസ് പീഠത്തിലിരിക്കുന്ന നെൽമണി അകത്താക്കി. അപ്പം നമുക്ക് ഈ 3 വർഷത്തെ ആൾക്കാരുടെയും ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളുടെയും പേരുകൾ ഓർമ്മിക്കാൻ പറ്റും കേട്ടോ. 2021 ഫോർമുല 1 ലോക കിരീടം നേടിയിട്ടുള്ളത് വെസ്റ്റപ്പൻ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. 2021 ഫോർമുല 1 ലോക കിരീടം നേടിയിട്ടുള്ളത് വെസ്റ്റപ്പൻ ആണ് കേട്ടോ, ഡച്ചുകാരനാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 2021 വിശ്വസുന്ദരിയായിട്ട് തിരഞ്ഞെടുത്തത് ഹർണ സന്ധു ആണ് കേട്ടോ. 2021 വിശ്വസുന്ദരിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹർണ സന്ധു. ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. സന്തൂർ മമ്മിയൊക്കെ ഓർത്താൽ മതി അല്ലേ. ആ പരസ്യത്തിൽ അതൊക്കെ ഒന്ന് ഓർത്താൽ മതി. വിശ്വസുന്ദരിയായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 2021 വിശ്വസുന്ദരിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹർണ സന്ധു. അതേപോലെ തന്നെ 21 വർഷത്തിന് ശേഷമാണ് മിസ് യൂണിവേഴ്സ് കിരീടം ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഓർക്കുക. 21 വർഷങ്ങൾക്ക് ശേഷമാണ്. അതേപോലെ തന്നെ 2000 ലാറ ദത്തയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് 1994 സുസ്മിത സെന്നിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരം പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരമാണ് ഏതാണ്? പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ്. പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരം പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ്. 2021 പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് നേടിയിട്ടുള്ള മലയാളി, ഇമ്പോർട്ടൻ്റ് ആണ്. 2021 പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് നേടിയിട്ടുള്ള മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൊഫസർ എസ് ശിവദാസ്. ഓക്കെ, ആദ്യമായാണ് മലയാളത്തിൽ നിന്നും ഒരു എഴുത്തുകാരന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫസർ എസ് ശിവദാസ്. നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് അല്ലേ, അപ്പോൾ ബിഗും പിന്നെ ലിറ്റിലും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ബിഗ് ലിറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബിഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ശിവനെ ആലോചിക്കാം കേട്ടോ. ശിവനും അതുപോലെ തന്നെ ലിറ്റിൽ എന്ന് പറയുമ്പോൾ ചെറുത്, അതായത് ശിവന്റെ ദാസൻ, അങ്ങനെയൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ 2021 പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് നേടിയിട്ടുള്ള മലയാളി പ്രൊഫസർ എസ് ശിവദാസ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഡിസംബർ മാസം 2021 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ന്യൂസ് പേപ്പറിൽ നിന്നും അതുപോലെ തന്നെ PSC ബുള്ളറ്റിനുള്ള ഫാക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസിൽ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് നാളെ കാണാം. ബൈ.